അതിന് മുമ്പിൽ നമ്മുടെ കള എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെയാണ് കേട്ടോ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത്. വർക്കിന് പോകാനായിട്ട് 8:30 പോകാമെന്ന് കരുതിയാണ്. അപ്പം 2026 ഞാൻ 26 എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. ഞാൻ വീട്ടിൽ പോയി വന്നിട്ടിപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷെ അപ്ലോഡ് ചെയ്യുന്നില്ലെന്ന് മാത്രം. അതിന് പറ്റുന്നില്ല. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറേ തവണ അത് കണ്ട് അത് കുറച്ചൊക്കെ നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ചോറ് അടുപ്പിലാണ്. അപ്പോൾ ആദ്യക്കൂട്ടന് ഇന്ന് സ്കൂളൊന്നുമില്ല. നമ്മുടെ അറുത്തിങ്കിൽ പള്ളിയിൽ പെരുന്നാൾ തുടങ്ങി. ഇന്ന് 10ാം പെരുന്നാളാണ്. അപ്പോൾ നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേർത്തല ആലപ്പുഴ ജില്ല മൊത്തം സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ് കേട്ടോ. അപ്പോൾ ഒന്നും സ്കൂളില്ല. ഇന്നലെ സ്കൂളുണ്ടായിരുന്നില്ല. ഇന്നലെ പിന്നെ അനിയണനുള്ളത് കൊണ്ട് വീട്ടിലിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അച്ഛനെ തൊഴിലുറപ്പ് ഉണ്ടാകുന്ന അറിയില്ല. അച്ഛനും തൊഴിലുറപ്പ് തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ട്. അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആദ്യക്കൂട്ടിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇവിടെ പട്ടിക്കുഞ്ഞിനെയൊക്കെ ഇവിടെ താലോലിക്കലാണ് കേട്ടോ. എത്ര എടുക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല. അനിയാണെന്ന് ദേ വർക്കിന് പോകാനായിട്ട് റെഡി ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് രാവിലെ എന്ന് പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കി, മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറിയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചപ്പാത്തി 2 പാക്കറ്റ് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിരുന്നു 6 ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അച്ഛനും ആദ്യക്കൂട്ടൊന്നും കഴിക്കട്ടെ പറഞ്ഞ് വെച്ചു. അതിനാണ് കഞ്ഞിയാണ് കുടിച്ചത്. ഇപ്പോൾ പണിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ പണിക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പരുത്തിയമ്പള്ളി നാഗക്കല്ലിങ്കൽ ക്ഷേത്രത്തിൽ സപ്താഹം തുടങ്ങിയിട്ട് ഇന്ന് ഒരു അവസാനമാണ്. അപ്പം ഞാൻ രാവിലെ നേരത്തെ തന്നെ 9 മണിയാകുമ്പോഴേക്ക് തന്നെ വർക്കിനായിട്ട് പോകും. പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തിരക്കാണ്. അപ്പോൾ നേരത്തെ പോകണം. കടയിലാണെങ്കിലും ഒരു 4 പേരൊക്കെയാണ് കേട്ടോ ഉള്ളത്. എൻ്റെ ഏടത്തമ്മയുടെ അമ്മയും പിന്നെ അമ്മായിയും വരുവാണ് ഉള്ളത് കേട്ടോ. അതിലൊരു അമ്മായിയാണ് അമ്മായിയുടെ വീട് നമ്മുടെ അടുത്താണ്. ഞാൻ അക്കാന്നാണ് വിളിക്കുന്നത്. അവരാണ് എന്നെ വർക്കിനായിട്ട് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യക്കൂട്ടിന് ഓട്ടോ വരും. അതിൽ അച്ഛനാണ് കയറ്റി വിടുന്നത്. തിരിച്ച് അച്ഛൻ കൊണ്ടുവരും. നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ് ഓട്ടോ വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കുകയാണ്. ഉടുപ്പൂരി കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടുപ്പൂരിയതാണ്. നിക്കറിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടനെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ് ഫ്രണ്ട്സ്. ഭയങ്കര വാശിയാണ്. നമുക്ക് ഓരോ ഒന്നില്ലെങ്കിൽ കാർട്ടൂൺ, അതല്ലെങ്കിൽ കളിപ്പാട്ടം. ഇപ്പം അമ്പലത്തിലെന്ന് പറഞ്ഞാൽ അവിടെ കളിപ്പാട്ടത്തിൻ്റെയൊക്കെ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് വന്നത് കാണിച്ചു കൊടുക്കും. ബലൂൺ എവിടെ പൊട്ടിയാ? മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാൻ ഇവനെ കാണാണ്ടാണ് അമ്പലത്തിലേക്കായിട്ട് പോകുന്നത്. കാരണം അവിടെ പോയി ഇവ സമ്മതിക്കുകയില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. കാണുന്നത് വേണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലാണ്. അപ്പം ഞാൻ മര്യാദയ്ക്ക് 2 വണ്ടി വാങ്ങിക്കൊടുത്തു. വീട്ടിൽ പോയിട്ട് വരുമ്പോഴും വാങ്ങിക്കൊടുത്തു. ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. പിന്നെ ഇങ്ങനെ വേറെ കളിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 1700 രൂപൻ്റെ JCB സെറ്റേ, JCB ഹിറ്റാച്ചി അങ്ങനെയുള്ളത് കളിപ്പാട്ടും ഇല്ല. അത് 1700 രൂപയുടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണം. അതിപ്പോൾ വേണം ഒന്നും പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കും. കടന്ന് ഉരുളി അവിടെ നിലവിളിച്ച് കരച്ചിലും ബഹളും വാശിയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ അത്രമാത്രം പൈസ ഇല്ലെന്ന് പറഞ്ഞാലൊന്നും ആദ്യക്കൂട്ടനെ മനസ്സിലാവില്ല. അമ്മ കണ്ടില്ല. അപ്പൊ അച്ഛൻ ചായക്കടയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി പോകാന്ന് കരുതിയാണ്. ഞങ്ങൾക്ക് അവിടെ കഴിക്കാനായിട്ട് കിട്ടും. അപ്പൊ പോയോ? ശരി. വേറെ വണ്ടി നമ്മുടെ കട്ടിലുണ്ട് വണ്ടി, അത് കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഇത് ആദ്യക്കൂടെ സ്കോളർഷിപ്പ് പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല പനിയൊക്കെ ചുമയും പനിയൊക്കെ ഉള്ള സമയത്താണ് ഒരു പരീക്ഷ ഉണ്ടായിരുന്നത്. മാർക്ക് ഷീറ്റ് ഞാൻ വാങ്ങിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ. മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവന് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി 61 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
ഹിറ്റാച്ചി 90 മാർക്കുള്ള 3 പേർക്കാണ് പിന്നെ ജില്ലാതലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസൊക്കെ ഉള്ളത്. ആദ്യക്കുട്ടന് 61.5 മാർക്ക് എന്തായാലും അവന് നല്ല പനി ഇതൊക്കെ. ഒന്നാമത് കളി നനവ് കൂടുതലാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവനെ പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ എഴുതി എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ഇത് ആദ്യക്കുട്ടന് കിട്ടിയൊരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതാ പിന്നെ മെഡലാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക്. എനിക്കൊന്നും ഇങ്ങനെ ഒരു കുഞ്ഞുനാളിൽ ഒരവസരത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ആദ്യക്കുട്ടൻ്റെ LKGയിലാണ് അവന് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതെന്തോ ആയിക്കോട്ടെ അവനെഴുതി ഇങ്ങനെ എല്ലാവരും എഴുതിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ എഴുതി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അവനിപ്പോൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്, പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ യൂട്യൂബറായിട്ടുള്ള കാണുന്നില്ല അവർ കരയാൻ തുടങ്ങി. ഇവിടെ അതിനും കരച്ചിലാണ്. ഇവിടെ വേറെ ഒന്നുമില്ല, കരഞ്ഞ് കാര്യം സാധിപ്പിക്കില്ല. അച്ചായൻ്റെ അടുത്ത് ഒരു കാര്യം പറയില്ല, എല്ലാം എൻ്റെ ഇതാണ്. അച്ചായൻ്റെ അടുത്ത് ഒന്നും പറയില്ല. അച്ചായൻ്റെ അടുത്ത് കളിപ്പാട്ടും വാങ്ങിത്തരാൻ പറയടാ പറഞ്ഞോ. അമ്മ പറ. ഇതാ കണ്ട, ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ, ഇതിനൊക്കെ എറിഞ്ഞു പൊട്ടിച്ച്. അതുപോലെ ഇതിനെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവനെയും കൂടെ കടയിലേക്ക് പോകുകയാണെങ്കിൽ ഏതൊക്കെ കട കാണണം അതിൽ നിന്നൊക്കെ ഓരോന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഹോട്ടലാണ് കാണണമെങ്കിൽ അമ്മ ബിരിയാണി വേണം. ഇപ്പോൾ ബേക്കറിയാണ് പറഞ്ഞാൽ അമ്മ എനിക്ക് ഷേക്ക് വേണം, ബർഗർ വേണം. പിന്നെ വേറെ കടയൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ അമ്മ എനിക്ക് JCB വേണം, ഹിറ്റാച്ചി വേണം, ബാറ്റും ബോളും വേണം. അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയുക, ഞാൻ എന്താ